നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. രാവിലെ ഏകദേശം 8:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. 1 മണിക്കൂറിനുള്ളിൽ തന്നെ രാജ്യം ആര് ഭരിക്കും എന്നതിന്റെ ട്രെൻഡും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനോടകം തന്നെ വന്ന എക്സിറ്റ് പോളുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വം വലിയ ഒരുക്കങ്ങളാണ് ആഘോഷത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തവണ BJPയുടെ പല കേന്ദ്രങ്ങളിലും കേരളത്തിലടക്കം വലിയ പന്തലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രവർത്തകർക്ക് ഒന്നിച്ചിരുന്ന ഫലങ്ങൾ കാണുന്നതിന് വേണ്ടി ബിഗ് സ്ക്രീനുകളിൽ തന്നെയാണ് തങ്ങൾ ഇക്കുറി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കാൻ പോകുന്നത് എന്ന് BJPയുടെ പല ഘടകങ്ങളും വ്യക്തമാക്കിയിരുന്നു. ഇതിനോടകം തന്നെ പടക്കവും മധുര പലഹാരവും ഒക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. മാത്രമല്ല വിജയഗാനം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ വന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ പുറത്തുവിടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം കൂടി അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം വരെ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ഇത്തരത്തിലുള്ള ആഘോഷത്തിന്റെ അണിയറയിൽ എങ്കിൽ ഇപ്പോൾ അത് അണികളും അനുഭാവികളും ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഘോഷം മാത്രമല്ല, മറിച്ച് ഫലപ്രഖ്യാപന ദിവസമായതുകൊണ്ട് തന്നെ രാജ്യത്ത് അതീവ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പോലീസും അതിനോടൊപ്പം തന്നെ സേനാ വിഭാഗവും ഒക്കെ ചേർന്ന് പഴുതടച്ച സുരക്ഷയാണ് രാജ്യത്ത് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടായ സംസ്ഥാനം ആന്ധ്രാപ്രദേശും പശ്ചിമ ബംഗാളും തന്നെയാണ്. അവിടെയൊക്കെ സംഘർഷ സാധ്യതയുള്ള എല്ലാ ബൂത്തുകളിലും വലിയ സുരക്ഷാ വിന്യാസം ഒരുക്കിയിട്ടുണ്ട്. ആഹ്ലാദം അതിരുവിട്ടാലും സംഘർഷ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ വടകര മണ്ഡലം ഉൾപ്പെടെ പ്രത്യേക നിരീക്ഷണത്തിലുള്ളത്. അതിന്റെ റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും ആര് ജയിച്ചാലും തോറ്റാലും പഴി കേൾക്കേണ്ട ഒരാളുണ്ട്, EVM. നമുക്കറിയാം ഇനി ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു കാലം തന്നെ ആയിരിക്കും. ഈ EVMനുള്ള പഴിയൊന്നും ചെറുതാവില്ല, ആര് ജയിച്ചാലും തോറ്റാലും. മറ്റൊരു വിഭാഗം വാതുവയ്പ്പുകാരാണ്. പണം നേടാനും നഷ്ടപ്പെടാനും ഒക്കെ അവർക്ക് മുന്നിൽ ഇനിയുള്ളത് നിമിഷങ്ങൾ മാത്രമാണ്. ഇതിനിടയിൽ ഏറ്റവും അധികം ഉയർന്നു വന്ന മറ്റൊരു ചോദ്യമാണ് ഈ വോട്ടെണ്ണുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ ആയിരിക്കും എന്നുള്ളത്. 10 മണിയോടുകൂടി തന്നെ ദില്ലിയിലെ പാർട്ടി ഓഫീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇവർക്കൊപ്പം തന്നെ ആയിരിക്കും മോദി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വീക്ഷിക്കാൻ പോകുന്നത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJPയുടെ ക്യാമ്പുകൾ. അതിനോടൊപ്പം തന്നെ രാജ്യത്ത് BJP പ്രവർത്തകർ വലിയ പ്രാർത്ഥനയിലും മുഴുകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.